ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫർഹാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ മറ്റൊരു വെറൈറ്റി ചിക്കൻ കറിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അഫ്ഗാൻ സ്റ്റൈലിൽ സ്മോക്ക്ഡ് ചിക്കൻ കറി. അപ്പോൾ ഞങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഈ കറി തയ്യാറാക്കാനായിട്ട് 1 കപ്പ് തൈരാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ 20 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 15 ബദാമാണ് എടുത്തിട്ടുള്ളത്, അഥവാ ആൽമണ്ട്. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ 2 വലിയ ഉള്ളി. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറെടുത്ത് ഇതിലേക്ക് ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ എടുത്തു വെച്ച 4 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ബദാം ചേർത്ത് കൊടുക്കാം, ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതുപോലെ തൈരും ചേർത്ത് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് കസൂരി മേത്തി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, 2 ലെമണിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഫ്രഷ് ക്രീമും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഗരം മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്, കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട്, ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചിക്കനിൽ മസാല തേച്ച് വെക്കാം. ഇനി ഇത് 1 മണിക്കൂറോളം ഒന്ന് മാറ്റി വെക്കണം. ചിക്കനിലേക്ക് മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ 1 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് ഗീ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഗീ ആണ് ഒഴിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഓയിലാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ഓരോ ചിക്കൻ പീസുകളായി ഗീയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കൻ പീസിൽ ഈ ഒരു ഭാഗം നന്നായിട്ട് ചൂട് കയറണം. ഇത് മാരിനേറ്റ് ചെയ്തതിലെ ബാക്കി മസാലയാണ്. നമ്മളിത് ലാസ്റ്റ് ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഈ ചിക്കൻ പീസുകളൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ഈ ചിക്കൻ പീസുകൾ നന്നായിട്ട് ഡ്രൈ ആക്കി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്ന പരുവത്തിലാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് എല്ലാം വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് ഫ്രൈ ആയ പോലെ നല്ലൊരു ടേസ്റ്റാണ് ഇതിന്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ മാരിനേറ്റ് ചെയ്തതിലെ മസാലയാണ്. അപ്പോൾ അതെല്ലാം ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. എന്നിട്ട് ഇതിൽ ചിക്കനൊന്ന് ഒന്നുകൂടെ വേവാനായിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടയ്ക്കൊന്ന് അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല തിക്കായിട്ട് നല്ല ചിക്കനൊക്കെ വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ കറിയിലേക്ക് ഒരു പിടി മല്ലിയില ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ കറി സ്മോക്ക് ചെയ്യാനുള്ള ചാർക്കോളാണ് ഇവിടെ ചൂടാക്കുന്നത്. ഇനി നമുക്ക് ചൂടാക്കി വെച്ച ചാർക്കോൾ ഇതിലേക്ക് ഒരു ബൗളിലാക്കി ഇതുപോലെ വെച്ച് കൊടുക്കാം. ഈ ചാർക്കോളിന് മുകളിലായിട്ട് ഇതുപോലെ ഗീ തടവിൽ കൊടുക്കുമ്പോൾ നമുക്കിങ്ങനെ പുക വരും. ഇത് പുക വന്ന പാടിതാണ്ട് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് കവർ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാൻ സ്മോക്ക്ഡ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.